നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ ഒന്ന് നോക്കാം. ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മാസങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതിയായ ഡോക്ടർ MK റാം പിടിയിലായിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടെ അന്വേഷണ സംഘം കുടകിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാളെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. നേരത്തെ റാമിനെ തേടി അന്വേഷണ സംഘം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ എത്തിയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട ഇയാൾ താടി വെച്ച് രൂപം മാറിയാണ് 3 മാസത്തോളമായി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഇന്നലെ ആ സമയത്ത് പിടികൂടിയതുകൊണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ അങ്ങേര് താടി പഠിച്ച് മറ്റേ പുള്ളി ഇപ്പുറത്തോട്ട് മാറ്റി ഒട്ടിച്ച് കേരളത്തിലോട്ട് കടന്ന് തന്നെ പോലീസുകാരുടെ മൂക്കിന്റെ താഴെ കൂടി നടന്നേനെ ചിലപ്പോൾ. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പ്രതിക്ക് മാനസാന്തരം ഉണ്ടാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചതിനു പിന്നാലെയാണ് വിധി. 20 ലക്ഷം രൂപ പിഴയും ചെന്താമര ഒടുക്കണം. ഈ തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം അധിക തടവ് ശിക്ഷ അനുഭവിക്കണം. സൈക്കോളജി സൈക്കാട്രി റിപ്പോർട്ടുകൾ ശരിവെച്ചാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഈ വിധി. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് നിരീക്ഷിച്ച കോടതി പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം ശരിവെച്ചു. 140 പേജുള്ള വിധിയാണ് കോടതിയിൽ വായിച്ചത്. 20 ലക്ഷം രൂപയുടെ ആ ഒരു വിധി, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. 3 വർഷം കൂടി അയാൾക്ക് സമയം നൽകുകയാണ്. അപ്പീൽ നൽകാനും ഈ വിധിയെ മാറ്റിമറിക്കാനുമുള്ള ഒരു അവസരം നൽകുകയാണ്. അതിനു മുമ്പേ തൂക്കിക്കൊല്ലുന്നതാണ് നല്ലതെന്നാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതിൻ്റെ അകത്ത് വിവാദങ്ങൾക്കൊടുവിൽ ദേശാഭിമാനി വാരാന്ത പതിപ്പ് പുറത്തിറക്കി. മുൻ മുഖ്യമന്ത്രി മുതിർന്ന CPM നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള ഓർമ്മക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരുമ്പം എന്ന തലക്കെട്ടോടെയാണ് ഓർമ്മക്കുറിപ്പ്. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിലുള്ള ഫീച്ചർ ഒഴിവാക്കി. സാധാരണ നിലയിൽ ഞായറാഴ്ച പത്രത്തോടൊപ്പം പുറത്തിറങ്ങേണ്ടതാണ് വാരാന്ത പതിപ്പ്. എന്നാൽ ഇന്നലെ വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങില്ല. അച്ചടിച്ച ശേഷമായിരുന്നു വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കാതിരുന്നത്. സാങ്കേതിക കാരണങ്ങളാൽ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു ദേശാഭിമാനിയുടെ ഔദ്യോഗിക വിശദീകരണം. ഇന്നലത്തെ വാരാന്ത്യ പതിപ്പ് ഇന്ന് കയ്യിൽ കിട്ടിയവർ അത് മുഴുവനും ഓടിച്ച് വായിച്ചു നോക്കണം. ചിലപ്പോൾ ഒരു അടിക്കുറിപ്പ് കാണും, നിങ്ങൾ ഉദ്ദേശിച്ച വിജയനല്ല ഇതിലെ കള്ളൻ വിജയൻ, ഒഴിവാക്കിയ കള്ളൻ വിജയനും ഒന്ന് നോക്കിക്കണം. മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡിൽ നിന്ന് നാർക്കോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ മോഷണം പോയി. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫാർമസിയിൽ നിന്ന് എത്തിച്ച മരുന്ന് നഴ്സുമാർ വാർഡിൽ വിതരണം ചെയ്യുന്നതിനിടെയാണ് മോഷണം നടന്നത്. 14-ാം വാർഡിൽ ശനിയാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. മോഷ്ടിച്ച മരുന്നുകളുടെ അളവ് ലഭ്യമായിട്ടില്ല. ഇവയിൽ ഉറക്ക ഗുളികകളും വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കും കഴിക്കുന്ന മരുന്നുകളും ഉൾപ്പെടുന്നു. അതീവ സുരക്ഷയിൽ ഡബിൾ ലോക്കറിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളാണ് മോഷണം പോയതെന്നാണ് വിവരം. ഡബിൾ ലോക്കറിൽ പേസ്റ്റും ബ്രഷും ഒക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മരുന്നുകൾ പുറത്ത് വാരി ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയതാണ്. സർക്കാരുമായി ചർച്ചകൾ തുടങ്ങിയതിനു പിന്നാലെ നിരാഹാര സമരം അവസാനിപ്പിച്ച് അഭിജിത്ത് VK. വിജയം കാണാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ആദ്യം പറഞ്ഞതെങ്കിലും പട്ടിണി സമരം 3-ാം ദിനമായതോടെ അവസാനിപ്പിച്ച് തടി തപ്പാനുള്ള ശ്രമത്തിലാണ് VK. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായി ചർച്ച നടത്താൻ CJP ഭാരവാഹികൾ സമരപ്പന്തലിൽ നിന്ന് ഇറങ്ങിയതിനു പിന്നാലെ തന്നെയാണ് VK സമരം അവസാനിപ്പിച്ചത്. പട്ടിണി കിടന്ന് നട്ടലൊട്ടി പിടിക്കാൻ ഒരുത്തനോടെ ഉണ്ടായിരുന്നു, ഒരു ഫ്രോഡ് വാങ്ങിച്ചുക്ക്. അങ്ങേരെ തൂക്കിയെടുത്തോണ്ട് പോയതിനു ശേഷം ഈ പട്ടിണി കിടന്നാൽ മൈഗ്രെയിൻ വരും, എൻ്റെ നട്ടലിൽ ആദ്യത്തെ പട്ടിണിക്ക് തന്നെ ഒട്ടിപ്പിടിക്കുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി. ഇപ്പം ചോദിക്കുന്ന ഏത് ധർമ്മേന്ദ്ര പ്രധാൻ എന്നാണ് ദീപ്കയെ ചോദിക്കുന്നത്. എന്താ ചെയ്യുക? നിരോധനം ലംഘിച്ച് പാറ്റ പാർട്ടി നടത്തിയ സമരത്തിന് നേരെ ദില്ലി പോലീസ് ലാത്തിചാർജ് നടത്തിയതായി റിപ്പോർട്ട്. അനുമതി തേടാതെയായിരുന്നു CJP പാർലമെന്റ് മാർച്ച് നടത്തിയത്. മാർച്ച് അക്രമാസക്തമാകുമെന്ന് കണ്ടതോടെയാണ് ലാത്തിചാർജ് നടന്നതെന്നും സൂചനയുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ അടിഭയന്ന് ഓടുന്ന പാർട്ടികളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പി ചെയ്യില്ല എന്നൊരു ചൊല്ലുണ്ട്. അത്രേ ഉള്ളൂ. രാജ്യത്തെ ഏറ്റവും വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങളിൽ ഒന്നായ ഡെങ്കിപ്പനിയെ നേരിടുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി ഭാരതം. ജാപ്പനീസ് കമ്പനിയായ ടാക്കഡെ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യ വികസിപ്പിച്ച ക്യൂഡെങ്ക വാക്സിനാണ് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ വിതരണാനുമതി നൽകിയത്. ഡെങ്കിപ്പനി ബാധിച്ചതും അല്ലാത്തതുമായ രാജ്യങ്ങളിലെ 28,000-ത്തിലധികം പേർ പങ്കെടുത്ത 19 ഫേസ് 1, 2, 3 ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ഉൾപ്പെടുന്ന ആഗോള ക്ലിനിക്കൽ വികസന പരിപാടിയിൽ നിന്നുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലും അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. കാരണബോധന്റെ ഭരണകാലമായിരുന്നെങ്കിൽ വാക്സിൻ എന്ന് പറഞ്ഞ് എത്ര കമ്മീഷൻ പാർട്ടിക്ക് കിട്ടിയേനെ. ഇപ്പോൾ ഉള്ള ഭരണത്തിന്റെ കീഴിൽ ഇനി എവിടേക്കാണ് കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്നതെന്നുള്ളത് കണ്ടറിയാം. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സഹോദരി നൗറിൻ നിയാസിയുടെ പ്രസ്താവന രാജ്യത്ത് വൻ പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നതായി സൂചന. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ വിജയത്തെക്കുറിച്ചും പാകിസ്ഥാന്റെ പരാജയത്തെക്കുറിച്ചും നൗറിൻ സംസാരിച്ചിരുന്നു. ഇത് ഇസ്ലാമാബാദിൽ കോളിളക്കം സൃഷ്ടിച്ചു. ഇപ്പോഴിതാ പാകിസ്ഥാന്റെ നാഷണൽ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവരുടെ പ്രസ്താവന എതിർപ്പുളവാക്കുന്നത് എന്ന് വിശേഷിപ്പിച്ച് സമൻസ് അയച്ചു. രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ആക്ഷേപകരവും പ്രകോപനപരവുമായ പ്രസ്താവനകൾ നടത്തിയെന്ന് ആരോപിച്ചാണ് നാഷണൽ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നൗറിന് സമൻസ് അയച്ചത്. ഇതുകൊണ്ട് ആകെപ്പാടെ ഉണ്ടായൊരു ഗുണം, നാഷണൽ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അത്രയും ഗാംഭീര്യമുള്ള പേരുള്ള ഒരു സാധനം പാകിസ്ഥാനിലുണ്ടെന്ന് ലോകം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് വലിയ കാര്യമൊന്നുമില്ല ഇതിൽ.
വികസിത അനന്തപുരി ഗ്ലോബൽ ഫൗണ്ടേഷന്റെ പുതിയ ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ്, തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ, പ്രസാദ് ബാബു എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വികസിത അനന്തപുരി ഗ്ലോബൽ ഫൗണ്ടേഷന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കഴക്കൂട്ടം MLA വി മുരളീധരൻ ചെയ്തു. ചടങ്ങിൽ കഴക്കൂട്ടം വാർഡിലെ നിർധന രോഗിക്ക് വി മുരളീധരൻ MLA സൗജന്യ വീൽചെയർ നൽകി. വികസിത അനന്തപുരി ഒരിക്കലും സമ്മതിക്കില്ല നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ശബരിനാഥൻ ചത്ത കൊക്കുകളുമായി നാളെ ഓഫീസിന്റെ മുമ്പിൽ സത്യാഗ്രഹം തുടങ്ങും എന്നും അദ്ദേഹം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. തമിഴ് സിനിമാ ലോകവും ദളപതി ആരാധകരും ഒരുപോലെ കാത്തിരിക്കുന്ന ആ വലിയ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. വിജയ് നായകനായി എത്തുന്ന ജനനായകൻ ജൂലൈ 23 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ആരാധകരെ സംബന്ധിച്ച് ഇതൊരു സാധാരണ സിനിമ മാത്രമല്ല, വൈകാരികമായ ഒരു നിമിഷം കൂടിയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി രാഷ്ട്രീയത്തിൽ സജീവമായ ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന വിജയ് ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇതിൽ ദളപതി വിജയ് എന്നാണോ, മുതലമൈച്ചർ വിജയ്, CM ജോസഫ് വിജയ് എന്നാണോ ടൈറ്റിൽ കാർഡ് വരാൻ പോകുന്നതെന്നാണ് ആരാധകരുടെ ഒരു ആകാംക്ഷ. വിജയുടെ ആകാംക്ഷ ഇതിന് തൃശ റിവ്യൂ ഇടുമോ ഇല്ലയോ എന്നുള്ളതാണ്. എന്തായാലും കണ്ടറിയാം. ഇതോടെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.